നമ്മുടെയൊക്കെ ടെലിഫോൺ സേവനദാതാക്കളായ ജിയോയും വോഡാഫോണും എയർടെല്ലുമൊക്കെ തോന്നിയ പടി അവരുടെ റീചാർജുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ പിഴിയാമെന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 249 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1 GB ഡാറ്റ ഉൾപ്പെടെയുള്ള അൺലിമിറ്റഡ് കോളുകൾ ഉൾപ്പെടെയുള്ള ചാർജൊക്കെ അവർ പല മൊബൈൽ സേവനദാതാക്കളും നിർത്തലാക്കിയിരിക്കുകയാണ്. വോഡാഫോണും ഐഡിയയും ഒക്കെ ഈ സ്കീം നിർത്തലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ 209 രൂപയ്ക്കുണ്ടായിരുന്ന ഒരു സ്കീം ഇപ്പം ജിയോയുടെ തന്നെ അവരുടെ മൈ ജിയോ ആപ്പിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 22 ദിവസത്തെ ഒരു പ്ലാനാണ്. അത് മൈ ജിയുടെ ആപ്പിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള ഏറ്റവും കുറഞ്ഞ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു മാസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ പ്ലാൻ എന്ന് പറഞ്ഞാൽ 299 രൂപയാണ്. അതും ഇനി കൂടാൻ പോവുകയാണെന്ന് കേൾക്കുന്നത്. നിലവിൽ 50 രൂപയോളം ഓരോ പ്ലാനിലും വർധനവുണ്ടാകും. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകാനും ചാൻസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അതേസമയം മൊബൈൽ സേവനദാതാക്കളുടെ GST നിരക്ക് 5% കുറയ്ക്കണമെന്ന് മൊബൈൽ കമ്പനികൾ ടെലികോം അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിന് ടെലികോം അതോറിറ്റി തയ്യാറാകുകയും രാജ്യത്ത് അതിനൊരു സംവിധാനം വരികയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് മൊബൈലിൻ്റെ നിരക്ക് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും അതൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് താനും. കാരണം മൊബൈൽ കമ്പനികൾ യഥേഷ്ടം തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നും പൈസ കൂട്ടുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പലർക്കും ഉള്ളത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ട, മൊബൈലിൽ നിന്നും തോണ്ടി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് നേരം അതിനകത്ത് വിലസി അല്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളാണ് പലരും. അത് ചെറുപ്പക്കാരെന്നല്ല, മുതിർന്ന ആളുകളും എല്ലാവരും തന്നെ തങ്ങളുടെ സമയത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷവും ഈ മൊബൈലിൽ തോണ്ടുന്നതിനാണ് ചിലവഴിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോൾ മൊബൈൽ കമ്പനികൾ എങ്ങനെ നിരക്കുകൾ വർദ്ധിപ്പിക്കാതിരിക്കും? ഇത് എത്ര കൂട്ടിയാലും ഇത് വാങ്ങാനാണ്, മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇത് എത്ര കൂട്ടിയാലും വാങ്ങാൻ ആളുകളുള്ളപ്പോൾ കൂട്ടുക തന്നെ. അവർക്ക് കൂട്ടാൻ പിന്നെ വേറെ നോക്കി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അനുഭവിക്കുക സാധാരണക്കാർ തന്നെയാവും.